തിരുമലയിൽ DR ടെക് നിർമ്മിച്ച പുതിയൊരു വീടിന്റെ വിശേഷത്തിലേക്ക് നമ്മൾ പോവുകയാണ്. വീടിന്റെ പേര് ഹൃദയം എന്നാണ്. ഇന്നാണ് ഈ വീടിന്റെ ഹൗസ് വാമിംഗ്. 2100 സ്ക്വയർ ഫീറ്റിൽ 4 BHK ഹൗസ് ആണ്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. DR ടെക്കിന്റെ തന്നെ ആർക്കിടെക്ചറാണ് താങ്കൾ. അപ്പോൾ ശരിക്കും ഇന്നത്തെ പാലുകാച്ച ദിവസമാണ്. സാറിന് ഇത് ഡിസൈൻ ചെയ്ത സമയത്തുണ്ടായ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്ലോട്ട് ഒരു 7 സെൻസ് ഒക്കെ 7.1 സെൻസ്. അപ്പോൾ ക്ലയൻറ്റ് പ്രത്യേകം പറഞ്ഞായിരുന്നു മൊത്തം പ്ലോട്ട് നിറയ്ക്കണം, നല്ലൊരു സ്പേസ് വിടണം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ഒരു 3 പാർക്കിംഗ് അത്യാവശ്യം ഉള്ള ലാൻഡ്സ്കേപ്പ് സ്ഥലമൊക്കെ വിട്ടിട്ടുണ്ട്. അതേപോലെ റിയറിൽ ഫ്രണ്ടിനെ കാട്ടി കൂടുതൽ, ഫ്രണ്ടിൽ 6 മീറ്റർ വിട്ടെങ്കിൽ റിയറിൽ 7.5 മീറ്റർ നമ്മൾ വിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു കിണറും ഒരു ലാൻഡ്സ്കേപ്പ് ഏരിയ ഉണ്ട്. ഇവർക്ക് ഇരുന്ന് സൂഹിക്കാൻ വേണ്ടി നല്ലൊരു കോസി ഒരു കോർണറാണ് റിയറിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്ലോട്ട് വന്ന് കണ്ടതിന് ശേഷം സാറിൻ്റെ പ്ലാനിങ് ക്രൈറ്റീരിയ എന്തായിരുന്നു? പ്ലാനിങ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ക്ലയൻറ്റ് വളരെ ഫ്രീഡം തന്നതായിരുന്നു. റിക്വയർമെൻറ്റ്സ് നമ്പർ ഓഫ് ബെഡ്റൂംസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി കാര്യത്തിൽ ഒരു ബെഡ്റൂം നല്ല വലിപ്പം വേണമെന്ന് പറഞ്ഞു. പിന്നെ ടോയ്ലറ്റ്സൊക്കെ അത്യാവശ്യമുള്ള മതിയെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒരു സർക്കുലർ സ്റ്റെയർ കൊടുക്കാം. ഈ സ്റ്റെയറിൻ്റെ അടിയിൽ ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് വരും. അതിപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യും. വന്ന് കണ്ടപ്പോൾ ഏറ്റവും പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഇവിടുത്തെ പൂജാമുറിയാണ്. അത് സാറിൻ്റെ ഐഡിയ ആയിരുന്നു. പൂജാമുറി ആക്ച്വലി നമ്മൾ ഈ നമ്മുടെ വാസ്തു അനുസരിച്ചായിരുന്നു അവിടെ വെച്ചത്, പൊസിഷനൊക്കെ എടുത്തിട്ട്. സെക്കൻഡ് തിങ് ഞാൻ അതിൽ ശ്രദ്ധിച്ചത് അതിൻ്റെ മേലെ ആരും ചവിട്ടാൻ പാടില്ല. അപ്പോൾ ബാൽക്കണി അതിനകത്താണ് നമ്മൾ നിർത്തി മതിയാക്കിയത്. നമ്മൾ പൂജാമുറിയുടെ മേലെ അല്ല നിൽക്കുന്നത്. സർ, ഓപ്പൺ വർക്ക് ഏരിയയും ഓപ്പൺ കിച്ചനുമാണ് ചെയ്തിരിക്കുന്നത്. അതിനെപ്പറ്റി സാറിന് എന്താ പറയാം? കിച്ചൺ ആക്ച്വലി നമ്മൾ വളരെ ഒരു അത്യാവശ്യമുള്ള സൈസ് മാത്രമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. കിച്ചണും വർക്ക് ഏരിയ കൊണ്ട് ഒരുമിച്ച് ഇത് മറിച്ച് ചെയ്തെടുത്താൽ അത്യാവശ്യമുള്ള എല്ലാം ബാസ്ക്കറ്റ്സും പുൾ ഔട്ട്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറം ഒന്നും എക്സ്ട്രാ ഒന്നും വന്നിട്ടില്ല. കിച്ചൺ ഡെഫിനറ്റ്ലി ഇത് ഒരു ലിമിറ്റഡ് സ്പേസിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അത് നേരത്തെ അങ്ങനെയായിരുന്നു.
ഈവൻ ഫസ്റ്റ് പ്രൊപ്പോസൽ മുതൽ അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ. ഈ ഒരു കിച്ചൻ്റെ കാര്യത്തിൽ കസ്റ്റമറിന് എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അല്ല, വാസ്തു നോക്കണം എന്ന് പറഞ്ഞായിരുന്നു, അത് മസ്റ്റ് ആയിരുന്നു. അപ്പോൾ വാസ്തു അനുസരിച്ച് ഈ ഒരു പൊസിഷനാണ്. പിന്നെ ഫുഡ് ആൻഡ് ഹോമിൻ്റെ പൊസിഷനും കറക്റ്റ് ഈ സ്പേസിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പ്രോജക്റ്റ് ഏകദേശം 8 മന്ത്സിനുള്ളിൽ തീർക്കാനായിരുന്നു ഞങ്ങളും കസ്റ്റമറും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ അത് ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ വീട് പൂർണ്ണമായിട്ടും പൂർത്തിയാക്കാനും ഈ ഒരു രീതിയിൽ ഇൻറ്റീരിയർ ഉൾപ്പെടെയുള്ള വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനും സാധിച്ചു. അതിനകത്ത് ഞങ്ങൾ ആദ്യം കസ്റ്റമർ ഞങ്ങളുടെ ഗൂഗിൾ റിവ്യൂസൊക്കെ കണ്ടിട്ടാണ് ഞങ്ങളോട് സംസാരിച്ചത്. അപ്പോൾ അതിനുശേഷം പിന്നൊരു പ്ലാൻ റെഡിയാക്കി, ഞങ്ങളുടെ ഓഫീസിൽ ആർക്കിടെക്റ്റ് തന്നെയാണ് പ്ലാൻ റെഡിയാക്കി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യായിരുന്നു. ഇപ്പോൾ പൂജാ റൂം ആണെങ്കിലും അതേപോലെ തന്നെ കിച്ചൺ ആണെങ്കിലും TV യൂണിറ്റ് ആണെങ്കിലും അതൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ പിന്നെ കസ്റ്റമറോട് ഞങ്ങളിങ്ങനെ ചെയ്യട്ടെ, ഓരോ ഡിസൈൻ കൊടുക്കുമ്പോൾ തന്നെ കസ്റ്റമറുടെ ഒരു അപ്രീസിയേഷൻ വളരെ പിന്നെ ബെറ്ററായിരുന്നു. പിന്നെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ നമ്മുടെ അടുത്ത് വളരെ വലിയ സപ്പോർട്ടായിരുന്നു. വളരെ സപ്പോർട്ടായിട്ട് നിന്നുകൊണ്ട് തന്നെയാണ് 8 months ആണ് നമ്മുടെ കാലാവധിയെങ്കിലും വെറും 6 monthsനുള്ളിൽ തന്നെ ഏകദേശം ഒരു 49 lakhsനുള്ളിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. വളരെ ബെറ്ററായിട്ട് തോന്നുന്നു. കസ്റ്റമറുടെ റിവ്യൂസ് എടുത്തപ്പോഴും കസ്റ്റമർ വളരെ സാറ്റിസ്ഫാക്ഷനായിട്ട് സംസാരിക്കുകയുണ്ടായി. പിന്നെ നമ്മൾ TV യൂണിറ്റും പൂജാ റൂമും പരിശോധിക്കുകയാണെങ്കിൽ പൂജാ റൂമിൽ നമ്മളൊരു 2 ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. വാൾ ക്ലാഡിംഗ് ടൈലും അതേപോലെ തന്നെ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ഫ്യൂഷനായിട്ടാണ് പൂജാ റൂം ഫിക്സ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റ് ശരിക്ക് നമുക്കൊരു ഈ ഒരു ഫുൾ വാളിനകത്ത് ഒരു ഏകദേശം ഒരു 60% ആ ഒരു ലെവലിലാണ് നമ്മൾ TV യൂണിറ്റ് സെപ്പറേഷൻ കൊടുത്തിരിക്കുന്നത്. അത് ബാക്ക്ഗ്രൗണ്ട് വന്നിട്ട് ഒരു ഗ്രേ കളർ പെയിൻറ്റ് കൊടുത്തു. പിന്നെ വെർട്ടിക്കൽ ഫ്ലൂട്ടഡ് പാനൽ കൊടുത്താണ് അത് ഒരു ഡിഫറെൻറ്റ് TV യൂണിറ്റ് ആക്കി മാറ്റിയത് തന്നെ. അപ്പോൾ അത് കുറച്ച് ഭംഗിയായി, കാരണം ക്ലയൻറ്റിന് ശരിക്കും അത് ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ടീമിനും അത് വളരെ ബെറ്ററായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്തു. നിങ്ങളുടെ സ്വപ്നഭവനം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പണിതുയർത്താൻ DR Tech എന്നും നിങ്ങളോടൊപ്പം. മറ്റൊരു വീടിന്റെ വിശേഷവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Till then, bye. It's me, Piku Siddharth, signing off from DR Tech Homes Private Limited.